ഷെമീഷാണ് സെലു കിച്ചൻ വളമ്പുരം. എനിക്ക് വേണ്ടൊരു പാട്ട് പാട്. ഏത് പാട്ടാണ്? നമ്മളിപ്പോൾ യാറോൺ സ്റ്റുഡിയോയിലാണ്. നമ്മളിപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ. നമ്മൾ നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്ത്, പക്ഷെ അത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, പാടാം. എൻ്റെ ഷാനു മുത്തുമണി, ഷാനു ഷമീർ മുത്തുമണി, എനിക്ക് വേണ്ടി ഒരു പാട്ട് പഠിക്കാം. ഏത് പാട്ട് വേണം? സെലുവിനെ കുറിച്ച്. സെലു മുത്താണോ സെലു ചക്രിയാണോ? എങ്ങനെയുണ്ട്? വളപുരം നാട്ടിൽ ഞാൻ പറഞ്ഞത് പഠിക്കാം. വളപുരം നാട്ടിൽ ചെരിച്ച് വളർന്ന യൂട്യൂബർ സെലു കിച്ചൻ അങ്ങനെ പറഞ്ഞിട്ട് പാടിക്കോളൂ. വളപുരം നാട്ടിൽ ജനിച്ച് വളർന്ന സെലു കിച്ചൻ. ഓക്കെ, പിന്നെ പാട്ട് പാടി സെലു ഹെയർ മുടി. ഓക്കെ, അപ്പോൾ നമ്മൾ സെലു കിച്ചനെ കുറിച്ചൊരു പാട്ട് പാടണം അല്ലേ? ഷമീർ ഷാനു, സെലു കിച്ചൻ. നിസാറേ ഇവിടെ വാ. ഓനവിടെ ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ താത്താനെ കുറിച്ചൊരു പാട്ട് പാടണം. താത്ത പാടാം. ഏത് പാട്ട്? എങ്ങനത്തെ പാട്ട്? ഏത് പാട്ട് പാടും ജയസ്? എന്നെ കുറിച്ച് പാട്ട് പാടി നോക്കട്ടെ. അപ്പൊ ഒരു പാട്ടുണ്ടല്ലോ, ആദർശിന്റെ പാട്ട്, എന്തി തനിച്ച് ഓഫായിക്കണോ? അല്ല, കണ്ടിന്യൂ. തനിച്ചിരിക്കാതെ എൻ്റെ അടുത്ത് വന്നു എൻ്റെ സേവില്ലാന്ന് പറഞ്ഞിട്ട് അതിലൊരു പാട്ടുണ്ടല്ലോ, ആദർശിന്റെ പാട്ട്. ഒരു പാട്ടുകാരൻ കുറച്ച് തവണ കൈ വെയിലടിക്കുന്നു. ഞാൻ പിടിക്കണോ? അല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സെലു കിച്ചൻ മുത്താണല്ലോ. നമ്മുടെ സ്വന്തം ചിരിക്കുടുക്ക സെലു കിച്ചൻ മുത്തുമണിയാണല്ലോ. അതിലോ നല്ല രീതിയിൽ പാടണം. നല്ല രീതിയിൽ പാടണമെന്ന് പറയുന്നു ഗേൾസ്. ബാ, എങ്ങനെ പാടണം? വളപുരം നാട്ടിൽ ജനിച്ച് വളർന്ന സെലു കിച്ചൻ വളപുരം യൂട്യൂബർ, ഒരുപാട് നന്മ നിറഞ്ഞവൾ അങ്ങനൊക്കെ പറഞ്ഞ് പാടിക്കോളേ. അപ്പം ഞാൻ ഓണായിക്കോളോ? ഓണം. അപ്പം ഞാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ പാട്ടുകൾ. അതാണല്ലോ അതിൻ്റെ ഒരു രസം. അപ്പം പ്രേക്ഷകരെ എങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതെന്നെ മുത്തുമണി. പ്രേക്ഷകരെ, നിങ്ങളിത് കാണുവിൻ. ഞാൻ ആക്ച്വലി 20,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഒരു സംഭവം ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് 20,000 പോയിട്ട് 15,000 ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല. പക്ഷെ അതിന്റെ കാര്യം കട്ട പോകുകയെന്ന് വെച്ചാല് അതിന്റെ മോണിസേഷൻ ഒന്നും ഓണാവാത്ത സ്ഥിതിക്ക് ഭയങ്കര ഇടങ്ങേറുണ്ടെന്ന് വെച്ചാല് ഭയങ്കര ഇടങ്ങേറുണ്ട്. പക്ഷെ എന്റെ ഷാനുമോനിക്ക് ഇപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഓൾറെഡി നല്ല റീച്ച് ആയിരുന്നു വീഡിയോസ്. കഴിഞ്ഞോ? ഫുള്ള് കഴിഞ്ഞോ? ഫുള്ള് കംപ്ലീറ്റ് ആയോ? നമ്മുടെ കുട്ടി പാട്ടൊക്കെ പാടി വന്നു. കുറിച്ചൊരു പാട്ട് പഠിക്കാം. സെലു മുത്തുമണിയാണ് നമ്മുടെ മുത്ത് സലു കിച്ചൻ വളപുരത്തിലെ സ്വന്തം സലു. നമുക്കേ ആ കനീവിന്റെ കരകളായ ആ പാട്ടിന്റെ രീതിക്ക് പാടിയല്ലോ. സെലുവിന്റെ അപ്പോഴത്തിനടുത്ത ആൾ വന്നുകൊണ്ടുപോയി. നമ്മുടെ സ്വന്തം സെലു മുത്ത് യൂട്യൂബർ ആണല്ലോ, അഹങ്കാരം ഇല്ലാത്ത സെലു മുത്തുമണി നമ്മുടെ യൂട്യൂബർ, നമ്മുടെ സെലു. ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർ പൊങ്കാലിടന്ന് നോക്കണം. നിസാർ വാ, ഇതിനൊരു പാട്ട് പാടി കൊടുക്കുക. ഇതിനെ കുറിച്ചിട്ട് താത്താന്റെ പേര് പറഞ്ഞിട്ട് ഒരു പാട്ട് ഏതെങ്കിലും ഒന്നായിട്ട്. പുതുമാരി അല്ല, വളപുരം നാടിന്റെ മുത്താണ്. അങ്ങനെയൊക്കെ പിന്നെ പുതുനാരി ഉണ്ട്.
പുതുമാരൻ മുജീബിന്റെ പുതുമാല ചൂടിയ പെണ്ണെ, എന്റെ ഇഷ്ടം അറിയുന്ന തന്നിഷ്ടം അറിയുന്ന പഞ്ചാരച്ചിരിയുള്ള സേലുമോളെ, പുതുമാരൻ മുജീബിന്റെ പൂമാല ചൂടിയ പെണ്ണെ. അതെയാ ഇപ്പൊ എല്ലാരും നിങ്ങളെ കുറിച്ച് പാടി. എന്റെ കയ്യാണൊക്കെ കളയും. അപ്പോ അവിടെ മുജീബിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് പാട്ടൊക്കെ പെട്ടു, ഈ ചോദിച്ചതും പെട്ടു, ഒക്കെ പെട്ടു. ഇനി പെടാൻ ബാക്കിയൊന്നുമില്ല. എഡിറ്റ് ചെയ്യണ്ടോ? ഞാനോ എഡിറ്റ് ചെയ്യാതെ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ടാസ്ക്. അപ്പൊ നമ്മള് നിങ്ങളെ പോലെ കണ്ടു. പൊതുവെ ഞാനും എഡിറ്റ് ചെയ്യാറില്ല വീഡിയോസ്. കൈ കളയാതിരിക്കുമല്ലോ, ഇങ്ങനെ നീട്ടി പിടിച്ചിരിക്കല്ലേ. ഈ കൈ കളയുന്നത് നിങ്ങൾ കാണുന്നില്ല കേസ് അല്ലേ? പാവം ഭയങ്കര വിഷമമുണ്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്യണം. കരയും. മിക്കവാറും ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാര് പോകുന്ന വഴിക്ക് കല്ലൊക്കെ ഇട്ടിരുന്നു. ഇവൻ എവിടെ പോകുന്ന അവിടെ കണ്ട് എറിയാൻ വേണ്ടിട്ട് കല്ലിങ്ങനെ എടുത്തിട്ട് അല്ലേ? അതെ. അപ്പൊ ഞാന് പാടി, ജെസി അല്ല എന്നോട് സപ്പൂസ് പാടി, ഞാൻ പാടി. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ പാടി ഉഷാറായി ഗേസ്. നമ്മള് പിന്നെ വേറെ എന്തൊക്കെ വിശേഷം പറ? സുഖല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പൊ ഷാനുവിനെ ചോദിച്ചു, ഷാനുനോട് എന്തൊക്കെ പറയാനുള്ളത് ഷാനുവിന് എന്തെങ്കിലും പറയാനുള്ളത്? ഞാനൊരു 20K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ Q&A ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യും. സിംഗിൾ Q&A ആണ്. Q&A മനസ്സിലായോ? ചോദ്യം ചോദിച്ചു ഉത്തരം പറയാം. അപ്പോൾ അതിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ കാണാത്തവരത് കണ്ടിട്ട് വീഡിയോ കമൻറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കുക. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ എന്താ പറയുള്ളത്? അപ്പോൾ ഫൈനലി നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. സലാം പറയുന്നതിന് മുന്നേ എനിക്കൊരു 10 minutes കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. സോ കണ്ടിന്യൂ. ഡ്യൂറേഷൻ 10 minute കംപ്ലീറ്റ് ചെയ്യണം. ടൈം. അപ്പോൾ വേറെ എന്താ വിഷയം? പിന്നെ മലപ്പുറം നാട്ടിലുള്ള ഷാനുമോനെ കുറിച്ച് ഒരു പാട്ട് പാടാം. ഷാനു ഷെമീർ. മലപ്പുറം നാട്ടിലുള്ള ഷാനു ഷെമീറിനെ കണ്ടെത്തി ഞാൻ. എന്നെ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് സഹായിച്ചു എൻ്റെ പ്രിയ സുഹൃത്തായ കുഞ്ഞനിയൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന ചാരി കമൻറ്റ്സ് ഞാൻ ഇപ്പം തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ തരാം. ചാരി കമൻറ്റ് തരാം. ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. എന്തിനാണോ അതിന് ചാരി നിൽക്കുന്നുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരാൻ പാടില്ല. ഇത്ര ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അവിടെ. അത് ഞാനിപ്പോ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചാരി നിൽക്കുന്ന നന്മകൾ നിറയുന്ന നന്മ നിറഞ്ഞൊരു മുത്താണ് എൻ്റെ ഷെമീർ ഷാനു. ഒരുപാട് നന്മകളെ നമ്മളവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പരിപാടിക്ക് നമ്മളിവിടെ പാട്ടിൻ്റെ കാര്യങ്ങളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനിവിടെ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക അല്ലേ? ഇതിലേക്ക് നോക്കും. അടുത്തത് ഞാൻ പടം കൊണ്ടുവന്നു. നമുക്കൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. ഫോട്ടോ എടുക്കണം. അങ്ങനെയല്ല, അവിടെ ഒരു ഫോട്ടോ എടുക്കാം. അല്ല, നമ്മൾ ഒഴുക്കയച്ചു മാജിതാക്കി അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഷാദ് വേറെ എന്തൊക്കെയാ വിശേഷമല്ലേ? ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ്, ഹാപ്പിയിലാണ്, സന്തോഷത്തിലാണ്. സപ്പുട്ടി നല്ല സന്തോഷത്തിലാണ്.
ആൾക്കാരും അവിടെ ഓരോരോ കാര്യത്തിലും തിരക്കിലൊക്കെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിപ്പോൾ 10 മിനിറ്റിൻ്റെ അബവായി മതി.